അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ഇന്ത്യക്കെതിരാണെന്നാണ് നമ്മളെല്ലാം കരുതി വെച്ചിരിക്കുന്നത്. പലപ്പോഴും ആ നിലപാടുകളൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് പുട്ടിനൊക്കെ വന്നു പോയതിനു ശേഷം എന്തായിരിക്കും ട്രംപ് എന്നൊക്കെ പേടിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. അതിൻ്റെ കൃത്യമായ വിവരം അറിയില്ല. എങ്കിലും 1,00,000 കോടി രൂപയുടെ നിക്ഷേപം ട്രംപിൻ്റെ കമ്പനി ഇന്ത്യയിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമല്ല. അതെന്താന്ന് വെച്ചാൽ ട്രംപും മോദിയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതിന് മുമ്പേ ട്രംപിന്റെ സ്വന്തം കമ്പനി ഉണ്ടല്ലോ, അതൊരു വലിയ കച്ചവടക്കാരനല്ല, അതെ, ആ സ്വന്തം കമ്പനി തെലങ്കാനയിൽ 1,00,000 കോടി രൂപ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി മീഡിയ തുടങ്ങി പല മേഖലകളിൽ 1,00,000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് ഡിസംബർ 8-ാം തീയതി ഹൈദരാബാദിൽ ആ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രഖ്യാപിച്ചിരുന്നു. ഡിസംബർ 8-ാം തീയതി. അപ്പോൾ ആ ട്രംപ് സ്വന്തം നിലയ്ക്ക് 1,00,000 കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കുകയാണ്. അപ്പം അങ്ങനെ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നല്ല ബന്ധത്തിൽ പോകണ്ടേ? തീർച്ചയായിട്ടും. കച്ചവടക്കാരനായ ട്രംപിന് അത് അറിയില്ലേ? അതുകൊണ്ട് നടന്ന സംഭാഷണമാണ് അത് എന്ന് വേണം കരുതാൻ. ഇതിൻ്റെ കൂടെ മറ്റേ കച്ചവട കാര്യങ്ങളിൽ ഒരു പരിഹാരം, താരിഫ് തുടങ്ങിയ ഒരു കച്ചവട സംഘം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അമേരിക്കയുടെ. ആ ചർച്ച സമാന്തരമായിട്ട് നടക്കുന്നും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രംപ് നേരത്തെ ജൂലൈയിൽ ഇന്ത്യ ഈസ് എ ഡെഡ് ഇക്കോണമി എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ഒരു ചത്തുപോയ സമ്പദ് വ്യവസ്ഥയാണ് റഷ്യയും ഇന്ത്യയും, രണ്ടെണ്ണം കൂടി നടന്നോട്ടെ എന്നൊക്കെയുള്ള മട്ടിൽ പറഞ്ഞ ആളാണിപ്പോ ഇന്ത്യയിൽ കൊണ്ടുവന്ന് 1,00,000 കോടി രൂപ നിക്ഷേപിക്കാൻ പോകുന്നത്. ഇത് ട്രംപ് മീഡിയ ഗ്രൂപ്പ് ആണ് ഈ നിക്ഷേപം നടത്തുന്നത്. ഡിസംബർ 8-ാം തീയതി ഈ ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എറിക് സ്വൈഡർ ആണ് ഹൈദരാബാദിൽ ഇത് പ്രഖ്യാപിച്ചത്. $1 ട്രില്യൺ അതാണ് നിക്ഷേപിക്കും എന്ന് പറഞ്ഞു. വിവിധ റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ 1 ദശകം കൊണ്ട് അടുത്ത 10 വർഷം തെലങ്കാനയിൽ 1,00,000 കോടി രൂപ നിക്ഷേപിക്കും എന്നാണ് ട്രംപിൻ്റെ സ്വന്തം കമ്പനികളുടെ വാഗ്ദാനം. ഇത് തെലങ്കാനയിൽ ഭാരത് ഫ്യൂച്ചർ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് രേവന്ത് റെഡ്ഡി. ഭാരത് ഫ്യൂച്ചർ സിറ്റിയിലാണ് ഈ നിക്ഷേപം നടക്കാൻ പോകുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് അർബൻ പ്രോജക്റ്റ്, ഇനി വരാനിരിക്കുന്ന ഇതൊക്കെ മുന്നിൽ കണ്ട ഒരു അത്യാധുനിക എന്താ പറയുക പദ്ധതിയാണ് വരാൻ പോകുന്നത്. അത് ഹൈദരാബാദ് നഗരത്തിന് തൊട്ട് പുറത്താണ് ഈ ഭാരത് ഫ്യൂച്ചർ സിറ്റി വരാൻ പോകുന്നത്. ഇത് തെലങ്കാന റൈസിംഗ് ഗ്ലോബൽ സമ്മിറ്റ്, തെലങ്കാന റൈസിംഗ് ഗ്ലോബൽ സമ്മിറ്റ് ഉച്ചകോടി 8-ാം തീയതി നടന്നു. ആ ഉച്ചകോടിയിൽ വെച്ചിട്ടാണ് ട്രംപിൻ്റെ സ്വന്തം കമ്പനിയുടെ പ്രഖ്യാപനം നടന്നത്. അപ്പോൾ ഇന്ത്യയുടെ അതിലീ സ്വൈഡർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യയുടെ ഡിജിറ്റൽ ഇക്കോണമി, പിന്നെ ടെക്നിക്കൽ ഇക്കോസിസ്റ്റം, ഇതൊക്കെ മഹത്താണ് എന്ന് പറഞ്ഞു. ഇന്ത്യ ഈസ് ഓൺ എ റൈസ്, ഇന്ത്യ വളരുകയാണ് എന്ന് ഈ എറിക് സ്വൈഡർ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രഖ്യാപിച്ചു. അപ്പം ട്രംപ് സംസാരിക്കുമ്പോൾ ഒന്ന് പറയും, കച്ചവടം നടക്കുമ്പോൾ ഇന്ത്യ വളരുകയാണ്, വൻശക്തിയാണ് എന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ അവഗണിച്ച് സ്വന്തം കച്ചവടം മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യം ട്രംപിനുണ്ടെന്ന് അർത്ഥം. ഇയാൾ പ്രസംഗിക്കുമ്പോൾ സ്വൈഡർ പറഞ്ഞു, 20 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഈ ഡിജിറ്റൽ ഇക്കോണമി എന്നൊക്കെ പറഞ്ഞാൽ കോൾ സെൻ്ററുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അതല്ല, ഇന്ന് ആഗോള പ്രതിഭകൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് വലിയ ടെക്നോളജി കമ്പനികൾ നയിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പേരൊന്നും പറഞ്ഞില്ല, നമുക്കറിയാമല്ലോ, സുന്ദർ പിച്ചൈ, സത്യ നടല്ല പോലുള്ള ആളുകൾ ഒക്കെ ഈ രംഗത്ത് ഇല്ലേ, സിഇഒമാരാണ്. അപ്പോൾ ഭാരത് ഫ്യൂച്ചർ സിറ്റി 765 ചതുരശ്ര കിലോമീറ്ററിലാണ് വരുന്നത്, ഹൈദരാബാദിന് പുറത്ത്. 56 ഗ്രാമങ്ങൾ അതിൻ്റെ ഭാഗമായിരിക്കും. 56 ഗ്രാമങ്ങൾ ഹൈദരാബാദിന് പുറത്ത്.
ശ്രീശൈലം മുതൽ നാഗാർജുന സാഗർ വരെയുള്ള ഹൈവേ, ആ ഹൈവേകളൊക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കും. ഫ്യൂച്ചർ സിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം, സംവിധാനം ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ. പല സോണുകളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഭാരത് ഫ്യൂച്ചർ സിറ്റി, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, അങ്ങനെ ഒരു സോൺ. ടെക്നോളജി സംബന്ധമായ കാര്യങ്ങളായിരിക്കും അവിടെയൊക്കെ വരുന്നത്. AI, ഇലക്ട്രോണിക് വെഹിക്കിൾസ്, EV, ഇലക്ട്രോണിക്സ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ഫാർമ, ഹെൽത്ത് കെയർ, മരുന്ന് കമ്പനികൾ, അതിൻ്റെയൊക്കെ മേഖല. പിന്നെ മാനുഫാക്ചറിങ്, അങ്ങനത്തെ ഒരു മേഖല. വിദ്യാഭ്യാസം, ഗവേഷണം, അതിൻ്റെ ഒരു സോൺ. റെസിഡൻഷ്യൽ, എൻ്റർടൈൻമെൻറ്റ്, വീടുകൾ, പിന്നെ സിനിമ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഗ്രീൻ സോൺസ്, റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിത, ജൈവ, ഇങ്ങനത്തെ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ പല മേഖലകളായി തിരിച്ചിട്ട് ഭാരത് ഫ്യൂച്ചർ സിറ്റി തെലങ്കാനയിൽ വരുന്നു. അവിടെ 1 ലക്ഷം കോടി രൂപ ട്രംപ് സ്വന്തം നിലയ്ക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ ആ 8-ാം തീയതി ആ ഉച്ചകോടിയിൽ പങ്കെടുത്തപ്പോൾ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വിളിയാണ് ഈ ട്രംപും മോദിയും തമ്മിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ റഷ്യയും ഇന്ത്യയും ചത്ത സമ്പദ് രംഗം ഒന്നിച്ചു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ എത്രയോ മാറിയിരിക്കുന്നു. അമേരിക്ക തന്നെ റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ, നമുക്കറിയാവുന്നതാണ്. മറ്റേ ക്രൂഡ് ഉൾപ്പെടെ വാങ്ങുന്നുണ്ട്. പിന്നെ മറ്റേ റെയറക്സ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബറിൽ ആമസോൺ ഈ മാസം 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു. ഒന്ന്, ആമസോൺ $35 ബില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞു. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലും AI-യിലുമാണ് നിക്ഷേപിക്കുന്നത്. 2030 ആകുമ്പോൾ ആ പദ്ധതി പൂർത്തീകരിക്കും. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സത്യ നെദല്ല വന്ന് മോദിക്ക് കൈ കൊടുക്കുന്നതൊക്കെ കണ്ടില്ലേ? മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ 1.5 ലക്ഷം കോടി രൂപ, $17.5 ബില്യൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് നിക്ഷേപിക്കുന്നു. അപ്പോൾ 2 വലിയ അമേരിക്കൻ ഭീമന്മാർ ഇതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചത്ത എക്കോണമിയിൽ അവർ എന്തെങ്കിലും ചെയ്യുമോ? ഭാവിയുള്ളതിലേ ചെയ്യുള്ളൂ. ഇന്ത്യയുടെ GDP പ്രതീക്ഷിച്ചതിനേക്കാൾ വളർച്ച നേടിയല്ലോ. 7.3 പ്രതീക്ഷിച്ചെടുത്ത് 8.2% വളർച്ച നമ്മൾ രേഖപ്പെടുത്തി. ട്രംപ് വിയറ്റ്നാമിൽ ഗോൾഫ് മൈതാനം തുടങ്ങുന്നു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 46% താരിഫ് ചുമത്താൻ ഇരുന്നത് 20% കുറച്ചു കൊടുത്തത് വിയറ്റ്നാമിന്. എന്ന് പറഞ്ഞാൽ ട്രംപിന് സ്വന്തം കച്ചവടത്തിന് വിയറ്റ്നാം സഹായം ചെയ്തു കൊടുത്തു. ഇപ്പോൾ ട്രംപിന് സ്വന്തം കച്ചവടത്തിന് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ താരിഫിൽ എന്തോ ഇളവ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ വേണം ഊഹിക്കാൻ. അപ്പോൾ അതേസമയം നമ്മുടെ അയലത്ത് പാകിസ്ഥാനിൽ വന്നിട്ട് ട്രംപിൻ്റെ തന്നെ വേറൊരു കമ്പനി, മകനൊക്കെ നടത്തുന്നത് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞ കമ്പനി, അവർ 17,000 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി കച്ചവടം പാകിസ്ഥാനിൽ നടത്തുന്നുണ്ട്. ട്രംപിൻ്റെ മകൻ്റെ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽസ് ആ കമ്പനി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു നിക്ഷേപ സൗഹൃദ രാജ്യമാണെന്ന് അമേരിക്ക പോലും തിരിച്ചറിയുന്നു. പ്രസിഡൻ്റായിട്ടുള്ള ട്രംപ് ഇത്രയും നാൾ പറഞ്ഞതൊക്കെ പൊള്ളത്തരമാണ്. ഇന്ത്യ ഇതുപോലെ നമുക്ക് വളരാൻ പറ്റുന്ന, അല്ല ബിസിനസ് രംഗത്ത് വളരാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു 5 ഏക്കർ സ്ഥലം മേടിക്കാന്നിരിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എന്താണ് പറയുക? ഹാസിനിജി, അതിൻ്റെ അടുത്ത് ആശുപത്രിയൊന്നുമില്ല, സ്കൂളൊന്നുമില്ല, ഈ സ്ഥലത്തൊന്നും പ്രത്യേകിച്ച് ഇനി വികസനമൊന്നും വരാനില്ല, സ്കൂളാണെങ്കിൽ 16 കിലോമീറ്റർ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ 5 ഏക്കറിൻ്റെ വില കുറയ്ക്കാനല്ലേ ഞാൻ നോക്കൂ. സ്വാഭാവികമായിട്ടും ഇതല്ലേ കച്ചവടം, അതല്ലേ ട്രംപ് ചെയ്തത്, ലോകത്തെ എക്കോണമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്
അവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് 1 ലക്ഷം കോടി രൂപ അത് തെലങ്കാനയിൽ നിക്ഷേപിക്കുകയാണ് അയാൾ. ശരിക്കും കച്ചവടക്കാരനാണ് അല്ലേ? കച്ചവടം മാത്രമാണ്. അയാൾ അയാളുടെ പ്രസിഡന്റ് സ്ഥാനം അയാളുടെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.